Welcome to the fourth session of the second module of the course Electrical Technology. In the last class, we have discussed about the superposition theorem. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒന്നിലധികം സോഴ്സുകളുണ്ട്. ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരു പർട്ടിക്കുലർ റെസിസ്റ്ററിൽ കൂടിയുള്ള അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സോഴ്സിനെയും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുക. ഫൈനലി ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്ത സമയം കിട്ടിയ കറൻസിൻ്റെ ആൾജിബ്രൈക് സം എടുക്കുക. So that we can solve a complex circuit by using the superposition theorem. And today we will discuss about the Thevenin's theorem. Kirchhoff current lawയും Kirchhoff voltage lawയും യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ that is we have discussed the node analysis and mesh analysis. It is more time consuming. The whole circuit across the terminals of a resistor is converted into a voltage source with an internal resistance. ഇതാണ് ബേസിക്കലി തെവനിൻസ് തിയറം. ഒരു കോംപ്ലക്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും ദാറ്റ് ഈസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. The voltage is an open circuit voltage across the terminals. The internal resistance is the equivalent resistance of the whole circuit across the open circuited terminals. The steps in applying Thevenin's theorem. ഈ സർക്യൂട്ടാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ദ കറണ്ട് ത്രൂ R3 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, remove the resistance from the circuit terminals through which the current is to be determined. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് R3 കൂടെയുള്ള കറണ്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ R3യെ റിമൂവ് ചെയ്യുക. ദിസ് ഈസ് ദ സർക്യൂട്ട്. R3യെ റിമൂവ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ്, determine the open circuited voltage that would be appearing across the circuit terminals where from the resistance has been removed. കണ്ടുപിടിക്കേണ്ടത് R3യിൽ കൂടെയുള്ള കറണ്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ R3യെ റിമൂവ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് R3 റിമൂവ് ചെയ്ത ഈ പോർഷനിൽ ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് തെവനിൻസ് വോൾട്ടേജ്. എ ബി എന്ന പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി ഈസ് ഓൺ ദ bottom side. Find the voltage between the two terminals and that is known as Thevenin's voltage. Next step, calculate the equivalent resistance RTh. First step il resistance remove chedu, then find the equivalent resistance across A and B. Replacing the voltage sources by their internal resistances. സൂപ്പർപൊസിഷൻ തിയറം ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്നു, വോൾട്ടേജ് സോഴ്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല എങ്കിൽ സിംപ്ലി ഷോർട്ട് സർക്യൂട്ടിംഗ് ഇഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് നോട്ട് പ്രൊവൈഡഡ്. ഈ ഒരു സർക്യൂട്ടിൽ V1 V2 രണ്ട് സോഴ്സസ് ഉണ്ട്. രണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ സിംപ്ലി ഷോർട്ട് സർക്യൂട്ടിംഗ് ടു ഫൈൻഡ് ദ ഇക്വലൻറ്റ് തെവനിൻ റെസിസ്റ്റൻസ് RTh. ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, V1 V2 ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ദെൻ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തെവനിൻ സർക്യൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇഫ് ദ സോഴ്സസ് ആർ കറണ്ട് സോഴ്സസ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാം. വോൾട്ടേജ് സോഴ്സസ് ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. ഇഫ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് നോട്ട് ഗിവൺ, ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ടിംഗ്. ആ സർക്യൂട്ടിൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഫൈനലി ഡ്രോ ദ തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തു.
സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ VTH കണ്ടുപിടിച്ചു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ RTH കണ്ടുപിടിച്ചു, തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഡ്രോ ദ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ R3 ആണ്. ബാക്കി പോർഷൻസിനെ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. VTH ആസ് ദ വോൾട്ടേജ് സോഴ്സ്. ദിസ് ഈസ് ദ സർക്യൂട്ട്. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ R3 ആണ്. റിമൈനിങ് പോർഷൻസിനെ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസുമായിട്ട് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് VTH ഈസ് ഇൻ സീരീസ് വിത്ത് RTH. RTH is the internal resistance of the voltage source. The R3 is the load resistance across the voltage source. ഈ R3 കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. Finally, the current through R3 is ഇവിടെ വോൾട്ടേജ് ഉണ്ട്, RTH ഉണ്ട്, R3 ഉണ്ട്. So the current through R3 is I. ഒരു സീരീസ് സർക്യൂട്ടാണ്. I is equal to total voltage, that is the Thevenin's voltage, VTH divided by RTH plus R3, that is the total resistance. I is equal to VTH divided by RTH plus R. Then the whole circuit across the terminals of a resistor is converted into a voltage source with an internal resistance. That is, the voltage source is VTH and the internal resistance is RTH. This is the circuit. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ R3 ആണ്. ബാക്കി പോർഷൻസിനെ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസുമായിട്ട് റീപ്ലേസ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് VTH ആൻഡ് RTH ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് R3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ R3 ആണ്. The open circuit, the voltage is the open circuit voltage across the terminals. Internal resistance is the equivalent resistance of the whole circuit across the open circuit terminals. RTH എന്ന് പറയുന്നത് ഇക്വലന്റ് റെസിസ്റ്റൻസ് R3 റീപ്ലേസ് ചെയ്തു. ബാക്കി സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് RTH എന്ന് പറയുന്നത്. സോ ദ ഹോൾ സർക്യൂട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ തെവനിൻ വോൾട്ടേജ് ആൻഡ് എ തെവനിൻ റെസിസ്റ്റൻസ്. ഡിസ്കസ് വൺ പ്രോബ്ലം. നോഡ് അനാലിസിസിനും മെഷ് അനാലിസിസിനും സൂപ്പർ പൊസിഷൻ തിയറത്തിനും യൂസ് ചെയ്ത സർക്യൂട്ട് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂസാണ് ദ കറണ്ട് ത്രൂ 4 ohm, 5 ohm and 8 ohm. Here the question is calculate the current through the 8 ohm using Thevenin's theorem. First step is remove the 8 ohm resistance. Remove the two portions A and B. Second step is find the Thevenin voltage. Remove ചെയ്ത പോർഷനിൽ ഉണ്ടാവുന്ന വോൾട്ടേജ്. This is the Thevenin voltage. We can calculate the voltage, that is the VTH is equal to starting 12 volt ഉണ്ട്. Then there is a 4 ohm resistance. 12 volt minus the drop in 4 ohm, അതാണ് VTH എന്ന് പറയുന്നത്. 12 വോൾട്ടിൽ നിന്ന് 4 ohmൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ VA, അതായത് പോയിൻറ്റ് എയിലെ വോൾട്ടേജ് കിട്ടും. ദാറ്റ് ഇസ് VTH ഈസ് ഈക്വൽ ടു 12 മൈനസ് voltage across 4 ohm, that is the voltage drop across 4 ohm. Then voltage drop across 4 ohm കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടെയുള്ള
ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു നെറ്റ് വോൾട്ടേജ്. ഇവിടെ ഒരു 12 വോൾട്ട് ഉണ്ട്, ഇവിടെ 6 വോൾട്ട് ഉണ്ട്. 12 വോൾട്ട് നെഗറ്റീവ് പോസിറ്റീവ്, that positive is connected to negative positive. So net voltage is the difference between 12 volt and 6 volt. I is equal to 12 minus 6 divided by total resistance is equal to 4 plus 5. That is 6 divided by 9 ampere. This is the current. Then voltage drop across 4 ohm is equal to that current into 4 ohm. This is equal, current is equal to 6 divided by 9 into 4, 24 by 9 volt. So the voltage across AB, that is same as VTH, is equal to 12 minus 24 by 9. You will get it as 9.33 volt. This is the Thevenin voltage. Now next step is calculate the Thevenin resistance. Thevenin resistance ചെയ്യുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഇവിടെ രണ്ട് സോഴ്സ് ഉണ്ട്, 12 വോൾട്ട് 6 വോൾട്ട് ഉണ്ട്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ടിങ് ദ 12 വോൾട്ട് ആൻഡ് 6 വോൾട്ട്. ഇവിടെ ഞാൻ എയും ബിയെയും സ്ട്രെച്ച് ചെയ്ത് രണ്ട് സൈഡിലേക്ക്, സോ ദാറ്റ് മനസ്സിലാകും 4 ohm ആൻഡ് 5 ohm ആർ ഇൻ പാരലൽ. So the resultant resistance RAB, and that is called Thevenin resistance, RTH is equal to 4 parallel 5. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 resistance are in parallel, so that we can write 4 into 5 divided by 4 plus 5. That is 20 by 9 ohms. Final step is draw the Thevenin equivalent circuit. So what is Thevenin equivalent circuit? കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ 8 ohm ആണ്. റിമൈനിങ് സർക്യൂട്ടിനെ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് നോൺ ആസ് Thevenin's voltage, and this is Thevenin resistance. That is connected in series with RL. ഇവിടെ RL എന്ന് പറയുന്നത് 8 ohm ആണ്. This is a Thevenin equivalent circuit. RTH, VTH, that is in series with 8 ohm. So 20 by 9, that is RTH, and VTH is 9.33 volt, that is in series with 8 ohm. So the current through 8 ohm I, that I is equal to VTH divided by RTH plus R. This is equal to VTH is 9.33 divided by RTH is 20 by 9 plus 8, that is equal to 0.91 ampere.